ചങ്ങായിമാരെ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് കേരളത്തിന് എന്തെല്ലോ വാരിക്കോരി കിട്ടുന്നു സംഖ്യകൾ പറഞ്ഞു കിടന്നു. കേരളത്തിന് വാരിയിട്ടും കിട്ടിയില്ല, കോരിയിട്ടും കിട്ടിയില്ല, ഒരു മണ്ണാങ്കട്ടിയും കിട്ടിയില്ല. സാധാരണ ബഡ്ജറ്റിൽ നമുക്ക് ആനമുട്ടയെ കിട്ടാറ്. ഇപ്രാവശ്യം ആനമുട്ടയല്ല, ആമമുട്ട കിട്ടിയ ആമ ഗവേഷണ കേന്ദ്രം. അതാണ് കേരളത്തിന് ആകെ കിട്ടിയത്. നമ്മളെ തമ്പുരാനല്ലേ സുരേഷ് ഗോപി അണ്ണൻ മറ്റേ കലിങ്കിന്റെ മുകളിൽ ഇരുന്നിട്ട് ആലപ്പുഴക്ക് എയിംസ് വേണോ, തൃശ്ശൂരിന് എയിംസ് വേണോ, കോഴിക്കോടിന് എയിംസ് വേണോ എന്നൊക്കെ തള്ളിയിട്ട് ഒരു എയിംസും ഇല്ല, ഒരു ഗെയിംസും ഇല്ല. എനിക്കെന്തോ ഓർമ്മ വരുന്നറിയാം, നമ്മളെ നാടോടിക്കാറ്റ് സിനിമയിലുണ്ടല്ല മോഹൻലാലിന്റെ ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് പെട്ടി തട്ടിയെടുത്തിട്ട് മറ്റേ തിലകന്റെ അടുത്തേക്ക് ഗുണ്ടകൾ വരുന്നില്ലേ, എന്നിട്ട് തിലകൻ ആ പെട്ടി തുറന്നിട്ട് ആകെ 2 കീറിയ ഷട്ടി എടുത്തിട്ട് ഇവിടെ സാധനം ഇവിടെ അത് ചോദിക്കുന്നില്ലേ, ആ അവസ്ഥയാണ് സംഖ്യക്ക്. പെട്ടി തുറന്നപ്പം നമ്മളെ നിർമ്മല സീതാരാമൻ പെട്ടി തുറന്നപ്പോ ഒന്നുമില്ല, ഇത് സംഖ്യകൾ ഇവിടെ കിടന്ന് ചോദിക്കുന്നത് എവിടെ എയിംസ് എവിടെ, സഹായം എവിടെ, ഒരു മണ്ണാൻ കെട്ടിയില്ല. കേരളത്തിൽ തിലകം പെട്ടി തുറന്നപ്പോ കിട്ടിയ പോലെ ജെട്ടിയില്ലേ, കീറിയ ജെട്ടിയാണ് ആകെ കിട്ടിയത്. പിന്നെ ആകെ ഒരു സമാധാനം എന്നറിയാം, എയിംസ് പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ഇനി കുറെ ദിവസത്തേക്ക് നമ്മളെ സുരേഷ് ഗോപി തമ്പുരാന്റെ ഒരു ഡ്രാമയും ഒരു പൊട്ടത്തിനും മലയാളി കണ്ടുവരില്ല. ഇനി ഒരാഴ്ചത്തേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ സുരേഷ് ഗോപി അണ്ണം വരികയില്ല. എന്തായാലും ഈ ബഡ്ജറ്റ് ഇമാതിരി പൊട്ടത്തരം കാണിച്ചിട്ട് നമ്മളെ സംഘി നേതാക്കന്മാരിലെ ഒരു ഉളുപ്പ് ഒരു നാണുമാരില്ലാണ്ട് വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അതിലുണ്ടല്ല 2 ആൾക്കാരാണ് ഏറ്റവും നല്ല ന്യായീകരണം നടത്തിയത്. ഒന്ന് ചന്ദ്രശേഖരൻ മുതലാളിയും പിന്നെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംഖ്യക്ക് വേണ്ടി പൊട്ടത്തരം വിളമ്പുന്ന ഒരു ചങ്ങായിണ്ട് യുവരാജ് ഗോകുൽ. എമ്മാതിരി പൊട്ടത്തരം വിളമ്പുന്നറിയാം, അതുപോലത്തെ പൊട്ടത്തരാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് മൂപ്പറും പറഞ്ഞത്. നമുക്കെന്തായാലും വിവരവും ബോധവുമില്ല ആ യുവരാജ് ഗോകുലിലെ ഓം പറഞ്ഞ പൊട്ടത്തരം ആദ്യം കേൾക്കാം, അതിനുശേഷം ചന്ദ്രശേഖരൻ മുതലാളിന്റെയും കേൾക്കാം. ആദ്യം യുവരാജ് ഗോകുലിന്റെ അടിപൊളി പൊട്ടത്തരം. എല്ലാവർക്കും നമസ്കാരം. രാവിലെ തുടങ്ങിയ വെറൈറ്റി കരച്ചിലാണ്. തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ BJP ജയിച്ചിട്ട് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ BJPക്ക് തിരുവനന്തപുരത്തിന് വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 45 ദിവസമേ ആവുന്നുള്ളൂ. എനിക്കൊന്ന് 1.5 മാസം കഷ്ടിച്ചാകുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് BJPയുടെ മേയർ അധികാരത്തിലേറിയിട്ട് അത് അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ 45 ദിവസം കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ആണ് മോദിജി വരുന്നതും മോദിജിയുടെ കയ്യിൽ ആ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതും. ഒരു 48 മണിക്കൂർ 72 മണിക്കൂറേ ആവുള്ള BJP അതിന്റെ രേഖകൾ മുഴുവൻ പുറത്ത് വിടുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അത് ഒരു പ്രിലിമിനറി ആണ്. കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് സ്വാഭാവിക അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല BJP അധികാരത്തിൽ കയറി ഒരു 6-7 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച പദ്ധതികളോ പ്രോജക്ടുകളോ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. BJP അധികാരത്തിലേറി 40-45 ദിവസം ആകുന്ന സമയത്ത് ഇതെല്ലാം വളരെ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന കാര്യമായിരിക്കും, അല്ലല്ലോ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് BJPയുടെ മേയർ വന്നിട്ടുണ്ട്, BJPയുടെ ഭരണ സംവിധാനം വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ എന്താണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു രൂപരേഖയുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ പ്രകടന പത്രികയിൽ തിരുവനന്തപുരത്ത് പ്രകടന പത്രികയിൽ അത് വെച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിനോട് അവതരിപ്പിക്കുകയും ആ കാര്യങ്ങളിൽ നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ മുഴുവൻ അപ്രൂവൽ എടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് സമയം വേണ്ടേ? ഈ 1.5 മാസം കൊണ്ടാണോ ഇത് മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? എന്റെ വിവരമില്ലാത്ത വിവരം കെട്ട യുവരാജ് ഗോകുലെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്നാൽ എന്തോ ബ്ലൂ പ്രിന്റോ എന്തോ വികസന രേഖയിലോ പ്രഖ്യാപിക്കുന്നത് ആരാ പറഞ്ഞത്? നിന്റെ മേയർ VV രാജേഷില്ലേ, VV രാജേഷും ചന്ദ്രശേഖരൻ മുതലാളിയാണ് ആ പൊട്ടത്തരം പറഞ്ഞത്. അല്ലാണ്ട് വേറെ ആരും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നെങ്കിൽ വികസനം ഉണ്ടാകുന്നോ വികസനം പ്രഖ്യാപിക്കുന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചെയ്യട്ടെ, നിനക്ക് വിവരമില്ലാന്നറിയാം, എന്തായാലും ചോദിക്കട്ടെ. ഇന്നിട്ടില്ല ഈ കേന്ദ്രം പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അത് തിരുവനന്തപുരത്തിന് മാത്രമായിട്ടാണോ? അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കേന്ദ്രം ബഡ്ജറ്റിൽ എന്തെങ്കിലും കൊടുക്കൂ, അങ്ങനെയുണ്ടോ? എന്റെ യുവരാജ് ഗോകുലെ കേരളത്തിന് ഒന്നും കിട്ടിയില്ല, ഒരു മണ്ണാങ്കട്ടിയും കിട്ടില്ല. തിരുവനന്തപുരത്തിന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ മാറ്റിവെക്ക്. ബാക്കിയുള്ള എത്ര സ്ഥലമുണ്ട് അവിടെ ഒന്നും കിട്ടിയില്ല. ഈ കേരളം ഉണ്ടായിട്ട് കുറെ കാലമല്ല, നിങ്ങൾ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലത്തിന് മുകളിലായില്ല. എന്നിട്ട് എന്ത് മണ്ണാങ്കട്ടിയാണ് നിങ്ങൾ കേരളത്തിന് തന്നത്? ഇമാതിരി ഒരു മൊണ്ണയാണല്ലോ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സംഖ്യയൊക്കെ വേണ്ടി പൊട്ടത്തരം പറയുന്നത്. സംഖ്യയുടെ നേതാവായ ഇവൻ ഇമാതിരി മൊണ്ണയാണെങ്കിൽ ബാക്കി സംഖ്യയുടെ ഇവന്റെ എല്ലാം അടിമ സംഖ്യകളില്ലേ അവരുടെ നിലവാരം ഏതാണെന്ന് നമുക്ക് ഊഹിക്കാലോ. ഏത് നമുക്കുണ്ടല്ല ഇവന്റെ നിലവാരം ഇതാണെങ്കിൽ ഇവന്റെ എല്ലാം നേതാവില്ലേ ചന്ദ്രശേഖരൻ മുതലാളി, മൂപ്പറുടെ നിലവാരം ഒന്ന് കണ്ടിട്ട് വന്നാലോ? മൂപ്പറിന്റെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പച്ചക്കള്ളം ഉളുപ്പും നാണും അല്ലാണ്ട് ഒരു പച്ചക്കള്ളം പറഞ്ഞ് അപ്പം തന്നെ അക്കൂട്ടത്തിലുണ്ടല്ല വിവരവും ബോധമുള്ള ഒരു മാധ്യമ പ്രവർത്തനുണ്ടായി. ചങ്ങായിട്ടില്ല തിരിച്ച പച്ചക്കള്ളം പൊളിച്ചങ്ങ് കൈ കൊടുത്ത്. നമുക്കന്തല്ലോ ആദ്യം തന്നെ ചന്ദ്രശേഖരൻ മുതലാളി പറഞ്ഞ ആ പച്ചക്കള്ളം കേട്ടിട്ട് വന്നാലോ? 2017 എയിംസ് വരും. എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യാത്ത സർക്കാരാണ് ലെഫ്റ്റ് സർക്കാർ.
എയിംസിന് വേണ്ടി കേരള സർക്കാർ സ്ഥലം എടുത്തില്ലാന്ന് ഒരു പച്ചക്കള്ള ഈ ചകൈ പറയുന്നത്. സക്കീർ ബായിക്കാവുമോ മാധ്യമങ്ങളുടെ മുന്നിൽ ഇമാതിരി പച്ചക്കള്ളം പറയാൻ വേണ്ടി ആവൂല. പക്ഷെ ചന്ദ്രശേഖരൻ മുതലാളിക്ക് നാണവും മാനവും ഉളുപ്പില്ലാത്ത ചന്ദ്രശേഖരൻ മുതലാളിക്ക് ഇതല്ല ഇതിലും വലിയ പച്ചക്കള്ളം പറയാൻ പറ്റൂ. അങ്ങനെ നാണവും മാനവും ഉളുപ്പില്ലാത്തോണ്ടാന്നല്ല ഇയാളെ BJP-ക്കാർ നേതാവാക്കിയത്. നമുക്കെന്തായാലും ഈ പച്ചക്കള്ളം ഓൺ ദി സ്പോട്ടിൽ ഒരു മാധ്യമ പ്രവർത്തനം പൊളിക്കുന്ന ആ മനോഹരമായ ദൃശ്യം ഒന്ന് കണ്ടിട്ട് വന്നാലോ. ദുർബലമായ വാദമാണ് പ്രശ്നം. അതായത് എയിംസിന് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കോഴിക്കോട് കിനാലൂരിൽ. എയിംസ് പദ്ധതി അല്ല നോക്കൂ, ഞാനിപ്പോ വിവാദത്തിൽ കണ്ട കോഴിക്കോടുണ്ടല്ല എയിംസിന് വേണ്ടി സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുള്ളേ. ആ സത്യം അങ്ങ് പറഞ്ഞപ്പോ മുതലാളി ബബ്ബേടിക്കുന്നുണ്ടോ. ഇതാണ് ഈ ടീമുണ്ടല്ല നാണവും മാനവും ഉളുപ്പിലുണ്ട് പച്ചക്കള്ളം പറയും. പച്ചക്കള്ളം പിടിക്കുന്നുണ്ടല്ല ഒരു ഉളുപ്പും നാണവുമല്ലുണ്ട് അത് ന്യായീകരിക്കും. ഇങ്ങനെ ബബ്ബേടിച്ചിട്ട് ന്യായീകരിക്കും ചെയ്യും. ഇനി ഈ ചങ്ങായി പറഞ്ഞ ഏറ്റവും വലിയ പൊട്ടത്തരം കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. എന്താ പറഞ്ഞറിയാം, കേരളത്തിൽ വികസനം വരണമെങ്കിൽ BJP-ക്ക് ഭരണം കൊടുക്കണമെന്ന്. അതായത് മലയാളികള് BJP-നെ കേരളത്തിൽ വിജയിപ്പിക്കണമെന്ന്. ചന്ദ്രശേഖര നീ സ്വപ്നം കണ്ടോ? നീ കാത്തിരുന്നോട്ടാ കേരളം ഭരിക്കുന്നത്. നീ സ്വപ്നം കണ്ട് കാത്തിരുന്നു. നമുക്കെന്താ ചന്ദ്രശേഖരൻ പറഞ്ഞ ആ പൊട്ടത്തിൽ ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിന്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റ് സമയത്ത് ദുർപ്രചരണം ചെയ്യാനില്ല. വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. നിന്റെയൊക്കെ ഉറപ്പ് ആർക്കാണ് വേണ്ടത് ചന്ദ്രശേഖര? നീയൊക്കെയല്ല പറഞ്ഞ വാക്ക് എപ്പോഴെങ്കിലും പാലിച്ചിട്ടുണ്ടോ? ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനും വർഗീയത പറയാനല്ലാണ്ട് നീയൊക്കെ നാവ് നിന്റെയൊക്കെ വായിട്ടില്ല എപ്പോഴെങ്കിലും തുറന്നിട്ടുണ്ടാവും. പിന്നെ നീയൊക്കെയുണ്ടല്ല തരും നീയൊക്കെ വന്നാൽ മാത്രമേ തരും എന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും നിന്റെയൊക്കെ ഔദാര്യമല്ല. നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിരുന്ന പൈസ ഒന്നല്ല കേരളം ചോദിക്കുന്നത്. കേരളക്കാർ അധ്വാനിച്ച പൈസ ഇട്ടില്ല, നികുതിയായി അടിച്ച ഓരോ സാധനത്തിനും ഉപ്പ് മുതൽ കർപ്പൂരത്തിന് വരെ ഓരോ സാധാരണക്കാരനും അടച്ച നികുതി ഉണ്ടല്ല, അതിന്റെ 1% മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ് മലയാളി തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഓരോ മലയാളിയും കഷ്ടപ്പെട്ട് വേർത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയുടെ നിങ്ങൾക്ക് തന്ന പൈസയുടെ ഒരു വിഹിതം മാത്രം. അല്ലാണ്ട് മലയാളി പൈസ ഉണ്ടാക്കിയത് നിന്നെ പോലെ ഭൂമി കുംഭകോണം നടത്തിയിട്ടും തട്ടിപ്പുണ്ടാക്കിയിട്ടല്ല. അതിന്റെ പൈസയൊന്നും മലയാളി ചോദിക്കുന്നേ ഇല്ല. എന്നിട്ട് പാവപ്പെട്ട മലയാളിയുടെ പൈസ അടിയെ കൊണ്ടുപോയിട്ട് മലയാളിക്ക് തരുന്നത് തിരിച്ചു തരുന്നത് 2% മാത്രം. ബാക്കി UP-ക്കും ബീഹാറിനും കൊടുക്കുന്നത് 9% മുകളിലാണ്. ചന്ദ്രശേഖര അതിനെപ്പറ്റി ചോദിക്കാനോ നിന്റെയൊക്കെ നാവ് പൊന്താറുണ്ടോ? ഇനി ഈ ചങ്ങായി പറഞ്ഞ BJP-ന്റെ മുതലാളിയാണ് ഭയങ്കര വിവരമുണ്ടെന്ന് പറഞ്ഞ ഈ ചങ്ങായി പറഞ്ഞ അടുത്ത പൊട്ടത്തലും കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. ഈ ചങ്ങായി പറഞ്ഞത് കേരളത്തിൽ വികസനം വരണമെങ്കിൽ കേരളം ഉണ്ടല്ല സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അതായത് കേന്ദ്രം കൊടുക്കുന്നില്ല, കേരളം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തമായി വികസിക്കണം എന്നാണ് ഈ മൊണ്ണ പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഈ റാപ്പിഡ് റെയിൽവേ ആണോ, ഹൈവേ ആണോ, എയിംസ് ആണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം. ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ, കുടിവെള്ളത്തിന്റെ പദ്ധതിയാണോ, സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരാലോ, അതിന് കാശ് വേണ്ടേ, ഇൻവെസ്റ്റ്മെന്റ് റിസോഴ്സസ് വേണ്ടേ? ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ? ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല, കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂൾ 75% സ്കൂള് സേഫ് ആക്കാൻ കാശില്ല. കേരളത്തിന്റെ വികസനത്തിനുള്ള കാശ് കേരളത്തിലെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ കേന്ദ്രം എന്തിനാണോ വന്നിട്ട് ഇവിടുന്ന് നികുതി പൈസ, മലയാളിയുടെ നികുതി പൈസ പിരിച്ചിട്ടങ്ങ് കൊണ്ടുപോകുന്നത്? എന്നാ പിന്നെ കേരളം പിരിക്കുന്നത് മലയാളിയുടെ ഓരോ നികുതി പൈസയും കേരളത്തിൽ തന്നെ ചെലവാക്കിയാൽ പോരെ? നിങ്ങളങ്ങ് കൊണ്ടുപോകണം. ഒന്നുമില്ലെങ്കിൽ ചന്ദ്രശേഖര മലയാളിന്റെ നികുതി പൈസ എടുത്തിട്ടില്ലേ മോദിജിയുടെ ആയാലും ശരി, അമിത്ഷാജിയുടെ ആയാലും ശരി, യോഗിയുടെ UP-യിലായാലും ശരി കക്കൂസുകൾ നിർമ്മിക്കുന്നത്. ആ കക്കൂസ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചെങ്കിലും നന്ദിയുണ്ടല്ല അവരോട് തിരിച്ചു കാണിക്കാൻ പറയണം ചന്ദ്രശേഖര. അതുകൊണ്ട് മലയാളിക്കുണ്ടല്ലോ ഈ ബഡ്ജറ്റോടുകൂടി ഒരു കാര്യം മനസ്സിലായി, കേരളത്തിലുള്ള ഒരൊറ്റ BJP-കാരനാ, ഒരൊറ്റ BJP നേതാവിനാ കേന്ദ്രം മൈൻഡാക്കുന്നില്ല. നിങ്ങളോടൊന്നും ഉണ്ടല്ല അവിടെ എന്താണ് സംഭവിക്കുന്നോ ഒരു കാര്യം പറയുന്നുമില്ല. നിങ്ങൾ കുറെ എണ്ണം ഇവിടെ ഇരുന്നിട്ട് മാധ്യമങ്ങളെ മുന്നിൽ പച്ചക്കള്ളം പറയും. കേന്ദ്രം അത് തരും, കേന്ദ്രം ഇത് തരും, കേന്ദ്രം ഒന്നും അടിമറിക്കുന്നില്ല. നിങ്ങളോട് പോലും നിങ്ങൾ BJP നേതാക്കൾ, കേന്ദ്രം ഭരിക്കുന്ന BJP നേതാക്കൾ ഒന്നും പറയുന്നില്ല, ഒരു സത്യം തുറന്നു പറയുന്നില്ല. ആ നിങ്ങളാണ് പറഞ്ഞത് കേരളം പിടിച്ചു കഴിഞ്ഞില്ലേ നിങ്ങളെന്തോ അട്ടിമറിക്കുന്നു. ഒരു മണ്ണാങ്കട്ടിയും അറിയില്ല, ഒരട്ടിയും അറിയില്ല. എന്തായാലും കിലുക്കത്തിലെ രേവതിയുടെ ഡയലോഗ് ഉണ്ടല്ല, ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. അതുപോലെ എയിംസും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. കുറെ വാഗ്ദാനങ്ങൾ, ഒരിക്കലും കിട്ടാത്ത കുറെ വാഗ്ദാനങ്ങൾ മാത്രം കേരളത്തിന് വീണ്ടും. അപ്പൊ ഇനി ഞാൻ അധികം പറഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വായിന്ന് വേറൊന്നും വൃത്തിയോടെ വരും. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.